ആഗോള രാഷ്ട്രീയത്തിന്റെ ഭൂപടം മാറ്റിമറിച്ചുകൊണ്ട് പടിഞ്ഞാറൻ ശക്തികളുടെ നെഞ്ചിടിപ്പ് കൂട്ടി ഉത്തര കൊറിയയുടെ മണ്ണിൽ ഒരു പുതിയ വിപ്ലവ സ്മാരകം ഉയർന്നിരിക്കുന്നു. ഒരു മ്യൂസിയം എന്നതിലുപരി അമേരിക്കയുടെയും നാറ്റോ സഖ്യത്തിന്റെയും സൈനിക അഹങ്കാരത്തിന് മേൽ റഷ്യയും ഉത്തര കൊറിയയും ചേർന്ന് ഏൽപ്പിച്ച ഒരു കനത്ത പ്രഹരത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യപത്രമാണ്. യുക്രൈൻ യുദ്ധഭൂമിയിൽ റഷ്യൻ സഹോദരങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പോരാടിയ ഉത്തര കൊറിയൻ വീരന്മാരുടെ ചോര കൊണ്ടെഴുതിയ അജയ്യമായ ഒരു വിപ്ലവ ചരിത്രമാണ്. അതിനാൽ തന്നെ ലോക ചരിത്രത്തിന്റെ ഭൂപടം ഇന്ന് നിശബ്ദമായി മാറ്റിവരയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പാശ്ചാത്യ സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിനും അപ്രമാദിത്വത്തിനും മേൽ കിഴക്കിന്റെ ചുവപ്പൻ കരുത്ത് അതിശക്തമായ പ്രഹരമേൽപ്പിക്കുന്ന ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണിത്. വൻ ശക്തികൾ എന്ന് സ്വയം പ്രഖ്യാപിച്ച ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരു ഭാഗത്തും തങ്ങളുടെ പരമാധികാരവും അന്തസ്സും സംരക്ഷിക്കാൻ പോരാടുന്ന രണ്ട് അജയ്യ ശക്തികൾ മറുഭാഗത്തും നിലയുറപ്പിക്കുമ്പോൾ അവിടെ പുതിയൊരു ചരിത്രം ജനിക്കുകയാണ്. ഇത് കേവലം നയതന്ത്രമേശകളിൽ ഒപ്പിട്ട ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല. ഇത് യുദ്ധക്കളത്തിലെ കനത്ത പുകപടലങ്ങൾക്കിടയിൽ ഒഴുക്കപ്പെട്ട ചോരയുടെ സഖ്യമാണ്. ഒരേ ലക്ഷ്യത്തിനായി ഒരേ ശത്രുവിനെതിരെ ജീവൻ ബലി നൽകിയ ധീരന്മാരുടെ വിപ്ലവ കൂട്ടായ്മയാണിത്. ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പോങ്യാങ് ഇന്ന് ലോകമാധ്യമങ്ങളുടെയും പ്രതിരോധ വിദഗ്ധരുടെയും സശ്രദ്ധമായ നിരീക്ഷണത്തിലാണ്. അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്നത് പഴയ യുദ്ധമുറകളുടെ ഓർമ്മപ്പെടുത്തലുകളല്ല, മറിച്ച് ആധുനിക പ്രതിരോധ തന്ത്രങ്ങളുടെ പുതിയ കാഹളങ്ങളാണ്. കിം ജോങ് ഉൻ എന്ന വിട്ടുവീഴ്ചയില്ലാത്ത ദൃഢനിശ്ചയമുള്ള ഭരണാധികാരി റഷ്യയുടെ ഉന്നത സൈനിക പ്രതിനിധികളെയും ജനറൽമാരെയും സാക്ഷിയാക്കി ആ വിപ്ലവ സ്മാരകത്തിന്റെ വാതിലുകൾ ലോകത്തിനു മുന്നിൽ തുറന്നിരിക്കുകയാണ്. ഓർക്കുക, ഇത് വെറും ഒരു കാഴ്ച ബംഗ്ലാവല്ല. അമേരിക്കയും നാറ്റോ സഖ്യവും ചേർന്ന് കെട്ടിപ്പൊക്കിയ തങ്ങളുടെ സൈനിക മേധാവിത്വത്തിന്റെ കോട്ടകൾ തകർത്തടിഞ്ഞതിന്റെ ജീവിക്കുന്ന സാക്ഷ്യപത്രമാണ്. യുക്രൈനിലെ കഠിനമായ യുദ്ധഭൂമിയിൽ റഷ്യൻ സഹോദരങ്ങൾ തോളോടൊപ്പം തോൾ ചേർന്ന് കനത്ത വെടിയുണ്ടകളെ വകഞ്ഞുമാറ്റി പോരാടിയ ഉത്തര കൊറിയൻ വീരന്മാരുടെ ചോരയുടെ ഗന്ധം ഈ മ്യൂസിയത്തിന്റെ ഓരോ കോണിലും വായുവിലും തങ്ങി നിൽക്കുന്നുണ്ട്. തങ്ങളെ സാമ്പത്തികമായും സൈനികമായും തകർക്കാൻ നോക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഇരുമ്പ് കോട്ട പോലെ ഉറച്ചു നിൽക്കുന്ന റഷ്യൻ ഫെഡറേഷനോടുള്ള പരമോന്നത വിശ്വാസ്യതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രഖ്യാപനമാണിത്. ഈ മ്യൂസിയത്തിലെ അത്യാധുനിക ഗ്ലാസ് കൂടുകളിലേക്ക് നോക്കിയാൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വെറും ഒരു കടലാസ് കഷ്ണങ്ങളോ ചരിത്ര രേഖകളോ മാത്രമല്ല. യുക്രൈനിലെ മരവിപ്പിക്കുന്ന കഠിനമായ തണുപ്പിൽ കനത്ത ബോംബാക്രമണങ്ങൾക്കിടയിൽ ട്രെഞ്ചുകളിലിരുന്ന് തങ്ങളുടെ മാതൃഭൂമിയെയും സഖ്യകക്ഷിയായ റഷ്യയുടെ വിജയത്തെയും മാത്രം സ്വപ്നം കണ്ട് ഉത്തര കൊറിയൻ ജവാന്മാർ എഴുതിയ കത്തുകളാണിവ. അവരുടെ അവസാന ശ്വാസത്തിന്റെയും മാന്യമായ ആത്മത്യാഗത്തിന്റെയും ചോരക്കറകൾ ആ വരികളിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നു. സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തെ ഞങ്ങൾ ചാരമാക്കുമെന്ന് സ്വന്തം ചോര കൊണ്ട് എഴുതി വെച്ച ആ വരികൾ ഓരോ വടക്കൻ കൊറിയക്കാരന്റെയും റഷ്യക്കാരന്റെയും ഹൃദയത്തിൽ വിപ്ലവവീര്യം ഉണർത്തുന്നതാണ്. അതിന്റെ തൊട്ടടുത്തായി യുക്രൈനിലെ യുദ്ധക്കളത്തിൽ നിന്നും ശത്രുവിനെ തുരത്തി ശേഖരിച്ച മണ്ണടങ്ങിയ ഒരു വലിയ ആയുധശെൽ കാണാം. ആ മണ്ണിൽ വീണത് കൊറിയൻ റഷ്യൻ വീരന്മാരുടെ സംയുക്ത വിയർപ്പും ചോരയുമാണ്. സ്വന്തം പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ഒരു ജനത എങ്ങനെ ജീവൻ കൊടുത്ത് പോരാടണമെന്ന് ഈ കത്തുകളും ഈ മണ്ണും ലോകത്തെയും വരും തലമുറകളെയും പഠിപ്പിക്കുന്നു. അമേരിക്കയും അവരുടെ യൂറോപ്യൻ സഖ്യകക്ഷികളും അഹങ്കാരത്തോടെ കരുതിയത് തങ്ങളുടെ അത്യാധുനിക അംബ്രാസ് ടാങ്കുകളും ഹിമാൽസ് മിസൈലുകളും കൊണ്ട് റഷ്യയും ഉത്തര കൊറിയയും ഭയപ്പെടുത്തി നിർത്താമെന്നാണ്. എന്നാൽ ഉത്തര കൊറിയയിലെ ഈ സ്മാരകത്തിന്റെ നടുമുറ്റത്തേക്ക് നോക്കിയാൽ യുദ്ധക്കളത്തിൽ നിന്നും റഷ്യൻ കൊറിയൻ സൈന്യം പിടിച്ചെടുത്ത തകർത്തു തരിപ്പണമായ അമേരിക്കൻ യുദ്ധ ടാങ്കുകളും യുദ്ധവിമാനങ്ങളുടെ അവശിഷ്ടങ്ങളും അവിടെ വെറും യുദ്ധ ട്രോഫികളായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന തകർക്കാൻ അസാധ്യമാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വീമ്പു പറഞ്ഞ യുദ്ധ സാമഗ്രികൾ ഇന്ന് ഉത്തര കൊറിയൻ ജനതയ്ക്ക് മുന്നിൽ വെറും പാഴ്വസ്തുക്കളായി തോൽവിയുടെ അടയാളമായി കിടക്കുകയാണ്. തങ്ങളെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയ അമേരിക്കയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണിത്. ലോകത്തെ ഏത് വൻ ശക്തിയെയും നേരിടാൻ പോകുന്ന ആണവായുധങ്ങളും ആധുനിക മിസൈലുകളുമുള്ള കൊറിയൻ സൈന്യവും തങ്ങളുടെ തന്ത്രപരമായ കരുത്തുകൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന റഷ്യൻ മഹാസൈന്യവും ഒന്നിച്ചാൽ പിന്നെ ഏത് സാമ്രാജ്യത്വമാണ് അവിടെ അവശേഷിക്കുക? ഈ യുദ്ധ ട്രോഫികൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രം: കിഴക്കിന്റെ സിംഹങ്ങൾ ഉണർന്നു കഴിഞ്ഞു, ഇനി പിന്മാറ്റമില്ല. ഉത്തര കൊറിയയുടെ ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക ക്ഷേമത്തിനും ഇന്ന് റഷ്യയേക്കാൾ വിശ്വസ്തനായ മറ്റൊരു തന്ത്രപരമായ പങ്കാളി ലോകത്തില്ല. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ക്രൂരമായ ഉപരോധങ്ങളെയും അന്താരാഷ്ട്ര ഒറ്റപ്പെടുത്തലുകളെയും അതിജീവിച്ച് റഷ്യക്ക് പൂർണ്ണമായ സൈനിക പിന്തുണ നൽകാൻ ഉത്തര കൊറിയയോളം ചങ്കൂറ്റമുള്ള മറ്റൊരു രാജ്യവുമില്ല. ഇരുമ്പ് പോലെയുള്ള ഈ ആത്മബന്ധം കേവലം നയതന്ത്ര കരാറുകളിൽ ഒതുങ്ങുന്നതല്ല. അത് പരസ്പര ബഹുമാനത്തിന്റെയും തുല്യമായ പോരാട്ട വീര്യത്തിന്റെയും അടയാളമാണ്. അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളും ബഹിരാകാശ സൈനിക സഹകരണവും വഴി ഇരു രാജ്യങ്ങളും കൈവരിച്ചിരിക്കുന്നത് ശത്രുക്കൾക്ക് സ്വപ്നം പോലും കാണാനാകാത്ത പ്രതിരോധ കോട്ടയാണ്. അമേരിക്ക ദശകങ്ങളായി നയിക്കുന്ന ഏകദ്രുവ ലോകക്രമത്തെ തച്ചുടച്ചുകൊണ്ട് റഷ്യയും ഉത്തര കൊറിയയും ചൈനയും ഉൾപ്പെടുന്ന കിഴക്കിന്റെ കരുത്ത് ഒരു പുതിയ ബഹുദ്രുവ ലോകക്രമത്തിന് ഇവിടെ അടിത്തറയിടുകയാണ്. ലോകത്തിന്റെ നിയന്ത്രണം ഇനി അമേരിക്കയിൽ മാത്രമായിരിക്കില്ല എന്നതിന്റെ കൃത്യമായ സൂചനയാണിത്. ഈ ചരിത്രപ്രസിദ്ധമായ മ്യൂസിയം ഉദ്ഘാടനത്തിലൂടെ ഉത്തര കൊറിയയും റഷ്യയും ഒരേ സ്വരത്തിൽ അമേരിക്കയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്.
നിങ്ങളുടെ ഭീഷണികൾക്കും യുദ്ധപ്രകോപനങ്ങൾക്കും മുന്നിൽ ഞങ്ങൾ ഒരിക്കലും തലകുനിക്കില്ല. നിങ്ങൾ എത്രയൊക്കെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാലും ഞങ്ങൾ കൂടുതൽ കരുത്തോടെ ഒന്നിച്ചു നിൽക്കും. യുക്രൈനിലെ പോരാട്ടം വെറും ഒരു പ്രാദേശിക അതിർത്തി തർക്കം മാത്രമല്ല, അത് നാറ്റോയുടെ കിഴക്കോട്ടുള്ള കടന്നുകയറ്റത്തിനും പാശ്ചാത്യ അധിനിവേശത്തിനുമെതിരെയുള്ള മഹത്തായ പ്രതിരോധമാണ്. അതിൽ ഉത്തര കൊറിയൻ സൈനികർ നൽകിയ ത്യാഗങ്ങൾ വരും തലമുറകളിലെ വിപ്ലവകാരികൾക്ക് ആവേശം പകരും. തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളെ സഹായിക്കാൻ അതിർത്തികൾ കടന്ന് ചോരയൊഴുക്കാൻ തയ്യാറായ ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ ധീരത ഈ സ്മാരകത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കും. റഷ്യയുടെ അതിബൃഹത്തായ സൈനിക കരുത്തും ഉത്തര കൊറിയയുടെ വിട്ടുവീഴ്ചയില്ലാത്ത ചങ്കൂറ്റവും ഒന്നിക്കുന്ന ഈ മഹാസഖ്യത്തിന് മുന്നിൽ ഇനി പരാജയപ്പെടാൻ പോകുന്നത് സാമ്രാജ്യത്വ ശക്തികൾ മാത്രമാണ്. ചരിത്രം എപ്പോഴും എഴുതപ്പെടുന്നത് വിജയികളാലാണ്. ആ ചരിത്രം സ്വന്തം കൈപ്പടയിൽ തിരുത്തിയെഴുതാൻ റഷ്യയും ഉത്തര കൊറിയയും കൈകോർത്തു കഴിഞ്ഞു. ഉത്തര കൊറിയയിലെ ഈ പുതിയ യുദ്ധസ്മാരകം കേവലം ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലല്ല, അത് വരാനിരിക്കുന്ന വലിയ ആഗോള വിജയങ്ങളുടെയും തകർക്കാൻ കഴിയാത്ത ആത്മബന്ധത്തിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. ശത്രുക്കൾ ഭയപ്പെടട്ടെ, കാരണം ഈ വിപ്ലവ സഖ്യം ഇനി ആർക്കും തടുത്തു നിർത്താനാവാത്ത ഒരു മഹാപ്രവാഹമാണ്. ചരിത്രത്തിന്റെ പുതിയ അധ്യായം ഇവിടെ കുറിക്കപ്പെടുകയാണ്.